എവിടെ പോവാ? കൗ കാണാനാ? ശരി. ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണിക്കുന്നത്. ഇതൊരു അക്കൂഡേറ്റ് ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നത് എന്നാന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയും ചേട്ടായും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ ആദ്യമായിട്ടാണ് അക്കൂഡേറ്റിൻ്റെ മേളിൽ കൂടെയൊക്കെ നടക്കുന്നതൊക്കെ. അപ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ അക്കൂഡേറ്റിന് തൊട്ടടുത്തായിട്ട് ഒരു പഞ്ഞിമരം കണ്ടു കേട്ടോ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടാണ് ഈ പഞ്ഞിമരമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ കാണുന്നതെന്ന് വെച്ചാൽ ഈ പഞ്ഞിയൊക്കെ പറത്തി കളിക്കുന്നതൊക്കെ ഇപ്പോഴാണ്. പിള്ളേരുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പണ്ട് ഞാനൊരു പഞ്ഞിമരം കണ്ടിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ പഞ്ഞി പറിച്ചിട്ട് ഡസ്റ്ററൊക്കെ സ്കൂളിൽ ഉണ്ടാക്കിക്കൊണ്ട് പോയ ഓർമ്മയൊക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഈ അക്വഡേറ്റിൻ്റെ താഴെ ഒരു വഴിയുണ്ട്, അതിലൂടെ നടന്നു പോകുന്നത്. വഴിയൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വഴി കൂടെ ഇങ്ങനെ പോകുന്നപ്പോൾ ഒരു മൾബറി മരം കണ്ടിട്ടോ. നിറയെ കായ്ച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും പഴുത്തിട്ടില്ല. ഒന്ന് രണ്ടെണ്ണമൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴുത്തത് ഞങ്ങൾ പറിച്ചു കിട്ടും. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചെറിയൊരു പുളിയും നന്നായിട്ട് പഴുത്തിന് നല്ല മധുരമാണ്. അപ്പോൾ ഞാൻ 2-3 എടുത്തിട്ട് നോയ്ക്കും കൊടുക്കാൻ വേണ്ടി പോവാം. നോയ്ക്ക് ഈ പുളിയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് നന്നായിട്ട് കഴിച്ചിട്ടുള്ള ഒരു നാട്ടുമാവ് ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ 2-3 ചേച്ചിമാരിങ്ങനെ മാങ്ങ പെറുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് 2-3 ഞങ്ങൾക്ക് തന്നു കേട്ടോ. ഞങ്ങളത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് ഈ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന മാമ്പഴത്തേക്കാളൊക്കെ ഇഷ്ടം ഈ നാട്ടുമാങ്ങയാണ്. ഈ ചെറിയ മാങ്ങയാണ് എനിക്കിഷ്ടം. അതിൻ്റെ ആ മണവും ആ രുചിയൊന്നും വേറെ മാങ്ങയ്ക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ വെച്ച് തന്നെ കഴിച്ചു. ഞാനും നോയും ശരിക്കും വീട്ടിൽ കൊണ്ടാൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അവിടെ വെച്ച് ഞങ്ങളെല്ലാവരും മാറി മാറി അത് കഴിക്കുവാണ്. ഞാൻ ഓർക്കുമായിരുന്നേ, ഞാൻ ഇതുപോലെ ഈ പറമ്പിക്കോടെയൊക്കെ ഇറങ്ങി നടന്നിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്ക് അല്ല, നമ്മൾ 2 പേരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു രസമില്ല. നമ്മളിങ്ങനെ ഗ്യാങ്ങായിട്ട് പിള്ളേരുടെയൊക്കെ കൂടെ പോകണം. നോയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നോയ്ക്ക് ഇങ്ങനെയൊക്കെ പുറത്തോടെയൊക്കെ ഇറങ്ങി നടക്കുക, വെള്ളത്തിൽ കുറച്ച് നേരം കളിക്കുക, ഇതുപോലെ മാങ്ങയും പുളിയുള്ള സാധനങ്ങൾ കഴിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ചെറുക്കന് ഇഷ്ടം. അവനാണെങ്കിൽ ആ മാങ്ങ കഴിക്കുന്നതായിട്ട് എനിക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ കൊതിയാവണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു ഓട പോലെയുണ്ട്, നല്ല വെള്ളമാണ് കേട്ടോ കൈ കഴുകാനൊക്കെ. അപ്പോൾ നമ്മൾ കൈയൊക്കെ കഴുകി പതുക്കെ ഇങ്ങനെ നടന്നു പോരുകയാണ്. കുറച്ചിങ്ങനെ നടക്കാറുണ്ട്. നമ്മൾ കാറും കൊണ്ടാണ് വന്നത്. കാറ് മേളിലിട്ടിട്ട് നമ്മൾ കുറച്ച് നടന്ന് ഒരു കയറ്റമൊക്കെ കയറിയാണ് പോകുന്നത്. ഈ റോട്ടിൽ കൂടെ കാറ് കൊണ്ടുപോകാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ കാർ എടുത്തില്ല. അപ്പോൾ പതുക്കെ നടന്നു. അത് എടുവൊക്കെ നടക്കുവാണേ. ഇത് കണ്ടോ, നല്ല രസമില്ല. ഒരു ചെറിയ തോടാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇറങ്ങി കുറച്ച് നേരം കാലൊക്കെ മുക്കി. നമ്മൾ വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. നോയി എന്നിട്ടും മാങ്ങ തിന്ന് തീർന്നിട്ടില്ല കേട്ടോ. 3-4 മാങ്ങ ഇങ്ങനെയാണ് കിട്ടിയത്. അതിൽ 2 മാങ്ങയും നോയാണ് തിന്നത്. ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കിയത്. അങ്ങനെ മാങ്ങാത്തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എമ്മിമോളും ഒരു ഓട്ട മത്സരം വെച്ചു കേട്ടോ. ഓട്ട മത്സരത്തിൽ ഞാനാണ് കേട്ടോ ജയിച്ചത്. അതെന്നാന്ന് വെച്ചാൽ എമ്മിമോൾക്ക് ചിരിച്ചിട്ട് ഓടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാമേ. അപ്പോൾ ബൈ.